വെൽക്കം ബാക്ക്. നമ്മുടെ 8085 മൈക്രോപ്രോസസറിൻ്റെ ആർക്കിടെക്ചറിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സമ്മറിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പറയുന്നത്. ആർക്കിടെക്ചറൽ 8-ബിറ്റ് മൈക്രോപ്രോസറാണ്. 40 പിൻ IC ഉണ്ട്. ഇറ്റ് ഈസ് capable of addressing 64 kilobyte ഓഫ് മെമ്മറി. 5 വോൾട്ട് പവർ സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. പിൻ ഡയഗ്രാം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിൻ ഡയഗ്രാംസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഫ്രീക്വൻസി ജനറേഷൻ അല്ലെങ്കിൽ ക്ലോക്ക് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന പിൻ്റെ, അതുപോലെ മൾട്ടിപ്ലക്സ് ഡാറ്റയുടെ പിന്നുകളുണ്ട്. അതുപോലെ അഡ്രസ് ലാച്ച് എനേബിൾ, റൈറ്റ് റീഡ് കൺട്രോൾ സിഗ്നൽസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ പവർ സപ്ലൈയുടേത്, ദെൻ അക്നോളജ്മെൻറ്റ് സിഗ്നൽസ്, സീരിയൽ ഡാറ്റ കൺട്രോൾ, അഡ്രസ് ബസ്, ഇങ്ങനെയുള്ള സിഗ്നലൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു പിക്ചർ വെച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ വീഡിയോയിൽ ഞാനത് ഡിസ്കഷനിൽ പറഞ്ഞാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മൈക്രോപ്രോസസറിലെ ആർക്കിടെക്ചർ ഡയഗ്രാം നമ്മൾ കണ്ടപ്പം നമ്മൾ വ്യൂ ചെയ്ത ഒരു ഡയഗ്രാം ആയിരുന്നു. അതിൽ ഒരു ഇൻറ്റേർണൽ ബസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇൻറ്റേർണൽ ബസ്, ഇവിടെ 8-ബിറ്റ് ഡാറ്റ ബസ് ഉണ്ട്. ആ 8-ബിറ്റ് ഡാറ്റ ബസ്സിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത്. അഡ്രസ് ബസ്, ഡാറ്റ ബസ്, കൺട്രോൾ ബസ്, 3 തരത്തിലുള്ള ബസ്സുകളാണ് മൈക്രോപ്രോസസറിലുള്ളത്. അഡ്രസ് ബസ് യൂണി ഡയറക്ഷനിലാണ്. മൈക്രോപ്രോസസറിൽ നിന്ന് മെമ്മറിയിലേക്ക് പോകുക എന്നുള്ള ഒരു ഡ്യൂട്ടി മാത്രമാണ് അഡ്രസ് ബസ് ചെയ്യുന്നത്. ഡാറ്റ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ക്യാരി ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. എല്ലാം 8-ബിറ്റ്. അഡ്രസ് ബസ് 16-ബിറ്റ് ആണ്. ഡാറ്റ ബസ് 8-ബിറ്റ് ആണ്. ഡാറ്റ ബസ്സിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡാറ്റ ക്യാരി ചെയ്ത് കൊണ്ടുവരിക, ട്രാൻസ്ഫറിങ് ഡാറ്റ ഇൻ ബിറ്റ്വീൻ മൈക്രോ പ്രോസസർ ആൻഡ് ദ മെമ്മറി. മെമ്മറി പുറത്തായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. മൈക്രോ പ്രോസസറിന് പുറത്തായിരിക്കും മെമ്മറി. നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ മെമ്മറി പുറത്താണ്. അതുകൊണ്ട് മെമ്മറിയിൽ നിന്ന് ഡാറ്റ തിരിച്ചു കൊണ്ടുവരിക, ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ക്യാരി ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡാറ്റ ബസ്സിൻ്റെ ഡ്യൂട്ടി. അഡ്രസ് ബസ് എവിടെയാണ് മെമ്മറി ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, അവിടേക്ക് ഡാറ്റ എടുത്തുകൊണ്ട് വരാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കൺട്രോൾ ബസ് സിങ്ക്രണൈസേഷൻ ഓഫ് സിഗ്നൽസ് ആൻഡ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. ആർക്കിടെക്ചർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അത് ഡിഫറെൻറ്റ് ബ്ലോക്കുകളാണെന്ന് പറഞ്ഞു. കൺട്രോൾ യൂണിറ്റ്, ALU, രജിസ്റ്റേഴ്സ്, പിന്നെ വരുന്നത് ഇൻറ്ററപ്റ്റ്, ഇൻറ്റേർണൽ ഡാറ്റ ബസ്. ഇത്രയും ബ്ലോക്കുകളൊക്കെയാണ് മൈക്രോപ്രോസസറിൽ കാണുമെന്ന് പറഞ്ഞു. ALUയുടെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിൻ്റെ ഓപ്പറേഷന് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ALU ആണ്. ALUവിൽ രജിസ്റ്ററാണ് അക്യുമുലേറ്റർ എന്ന് പറഞ്ഞു. ALUവിൽ അതുമാത്രം ALU കൂടാതെ തന്നെ വേറെയും ധാരാളം രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ 16-ബിറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. 16-ബിറ്റ് രജിസ്റ്റർ പെയറായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഫ്ലാഗ് രജിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അക്യുമുലേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷനിൽ പറഞ്ഞാണ്. അതുപോലെ പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിന്റർ എന്നുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. ഫ്ലാഗ് രജിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ ഒരു സ്ട്രക്ചർ പറയാൻ വിട്ടുപോയതാണ്. ഫ്ലാഗ് രജിസ്റ്റർ ഒരു 8-ബിറ്റ് രജിസ്റ്റർ ആണ്. It will shows the status of microprocessor before and after an operation. Sign flag, zero flag, auxiliary carry flag, parity flag and carry flag. അതിനിടയിൽ കാണുന്നതൊക്കെ ഡോൺ കേസ് ആണ് ആ ഫ്ലാഗ് ഉപയോഗിക്കുന്നത്. സൈൻ ഫ്ലാഗിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഡിക്കേറ്റിംഗ് സൈൻ ഓഫ് ദ ഡാറ്റ ഇൻ എൻ അക്യുമുലേറ്റർ. സൈൻ ഫ്ലാഗ് സെറ്റ് ആവുന്നത് ഇഫ് ദ ഓപ്പറേഷൻ ഈസ് എ നെഗറ്റീവ്, ഇറ്റ് റിസൾട്ട്സ് എ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഒരു നെഗറ്റീവ് ആണ് നമ്മളെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ നടന്നപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നെഗറ്റീവ് ഡാറ്റ റിസൾട്ടാണെന്ന് വിചാരിക്കുക. നെഗറ്റീവ് മീൻസ് സിമ്പൽ മൈനസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സൈൻ ഫ്ലാഗ് സെറ്റ് ആവും. ഇഫ് ദ നമ്പർ ഈസ് പോസിറ്റീവ് ദെൻ ദ സൈൻ ഫ്ലാഗ് വിൽ ബി റീസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറ്റേണിൽ 0 ആയിരിക്കും. ദെൻ സീറോ ഫ്ലാഗ് മീൻസ് സീറോ ഫ്ലാഗ് ഈസ് സെറ്റ് ഇഫ് ദ ഒബ്റ്റൈൻഡ് ഓപ്പറേഷൻ ഈസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരിത്തമെറ്റിക് 2 നമ്പർ ആഡ് ചെയ്തപ്പം കിട്ടിയ റിസൾട്ട് 0 ആണെങ്കിൽ സീറോ ഫ്ലാഗ് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. ഇഫ് ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻ റിസൾട്ട്സ് എ നോൺ സീറോ ദെൻ ഇറ്റ് വിൽ സീറോ ഫ്ലാഗ് 0 ആയിട്ടാണ് ഉണ്ടാവുക. സീറോ ഫ്ലാഗ് 0 ആകുന്നത് റിമെമ്പർ, സീറോ ഫ്ലാഗ് റീസെറ്റ് ആവുക അല്ലെങ്കിൽ 0 ആവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ നടക്കുമ്പം അതിലുള്ള അക്യുമുലേറ്ററിലെ കണ്ടന്റ് 0 അല്ലാത്തൊരു നമ്പർ ആകുമ്പോൾ 0 ആവും.
അരിത്തമെറ്റിക് ഓപ്പറേഷൻ നടന്ന റിസൾട്ട് 0 ആണെങ്കിൽ ഫ്ലാഗ് സെറ്റ് ആവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ക്യാരി ഫ്ലാഗ്. ക്യാരി ഫ്ലാഗിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരി ഫ്ലാഗ് ഈസ് സെറ്റ് ഇഫ് ദർ ഈസ് എ ക്യാരി ഓർ എ ബോറോ ഫ്രം എൻ അരിത്തമെറ്റിക് ഓപ്പറേഷൻ. ഇവിടെ ഒരു അരിത്തമെറ്റിക് 2 നമ്പേഴ്സിന്റെ അഡീഷൻ ആണ്. 8 ബിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ. 2 8 ബിറ്റ് നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് ഇഫ് ലാസ്റ്റ് ബിറ്റിൽ നിന്ന് ഒരു ക്യാരി ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ ക്യാരി ഫ്ലാഗ് വിൽ സെറ്റ്. ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഫ്ലാഗിൽ ക്യാരി ഫ്ലാഗിന്റെ ആ ബിറ്റ് 1 ആയിട്ട് സെറ്റ് ചെയ്യും. അതേപോലെ ഇഫ് ദ അരിത്തമെറ്റിക് ഓപ്പറേഷൻ റിസൾട്ട്സ് എ ബോറോ ദെൻ അഗെയിൻ ഇറ്റ് വിൽ സെറ്റ്. ക്യാരി ഇല്ലെങ്കിൽ ക്യാരി ഫ്ലാഗ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മളൊരു നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് വലിയ നമ്പറോ ചെറിയ നമ്പറോ എന്നൊക്കെ നോക്കാൻ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ക്യാരി ഫ്ലാഗിന്റെ സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. Now another one, it is auxiliary carry flag. Auxiliary carry flag സെറ്റ് ചെയ്യുന്നത് if there is a carry out in bit 3 എന്ന് പറഞ്ഞാൽ ഈ നമ്പറിൽ നിന്ന് ആദ്യത്തെ 4 നമ്പർ ബിറ്റുകളിൽ നിന്നുള്ള ഇത് ആഡ് ചെയ്തിട്ട് ഒരു ക്യാരി ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ വിൽ കോൾ. ഈ നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഇവിടെ ഈ 1 1 is equal to 0 ഒരു ക്യാരി ഉണ്ട്. ആ ക്യാരി ഇവിടെ 1 കൊണ്ട് ആഡ് ചെയ്തു. 1 ഉം 1 ഉം ആഡ് ചെയ്തപ്പോൾ 0 വന്നു. വീണ്ടും ഒരു ക്യാരി വന്നു. ഈ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ ഓക്സിലറി ക്യാരി എന്ത് ചെയ്യും? 1 ആയിട്ട് സെറ്റ് ചെയ്യും. കാരണം 4th ബിറ്റിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓക്സിലറി ക്യാരി എന്ന് പറയുന്നത് സെറ്റ് ആവും. ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് പാരിറ്റി ഫ്ലാഗ്. പാരിറ്റി ഫ്ലാഗ് ഈസ് സെറ്റ് ഇഫ് പാരിറ്റി ഈസ് ഈവൻ. ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ് ഉള്ളതെങ്കിൽ പാരിറ്റി ഫ്ലാഗ് എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. ഇഫ് ഈവൻ നമ്പർ ഓഫ് ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് ഉള്ളതെങ്കിൽ പാരിറ്റി ഫ്ലാഗ് ക്ലിയർ ചെയ്യും. എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും സെറ്റ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു നമ്പർ ആണെന്ന് വിചാരിക്കുക. ഈ നമ്പർ നോക്കുമ്പോൾ ഇതിൽ ഈവൻ നമ്പർ ഓഫ് വൺസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് എന്ത് ചെയ്യും? സെറ്റ് ആവും. ഇനി ഈ ഒരു നമ്പർ നോക്കി, ഇതിൽ 1 2 3 4 5 നമ്പറുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ 5 വൺസ് ആണ് കാണുന്നുള്ളൂ. അതുകൊണ്ട് പാരിറ്റി ഫ്ലാഗ് എന്തായിരിക്കും? റീസെറ്റ് ആയിരിക്കും. ഓഡ് നമ്പർ ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് ക്ലിയർ ചെയ്യും. എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇത്രയാണ് രജിസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി അഡീഷണൽ ആയിട്ട് വരുന്ന രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രോഗ്രാം കൗണ്ടറാണ്. പ്രോഗ്രാം കൗണ്ടർ ഈസ് അഗൈൻ എ 16-ബിറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞു. ആൻഡ് പ്രോഗ്രാം കൗണ്ടർ ഈസ് എ രജിസ്റ്റർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ സീക്വൻസിങ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ആരാണ് എന്ന് തീരുമാനിക്കുന്നത് പ്രോഗ്രാം കൗണ്ടറാണ്. മൈക്രോപ്രോസസറിൽ ഇൻസ്ട്രക്ഷൻസ് മെമ്മറിയിലായിരിക്കാം ഹോൾഡ് ചെയ്തിരിക്കുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തത് ആരാണെന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാണ്? പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് നോക്കിയാണ്. ഈ പ്രോഗ്രാം കൗണ്ടറിലെ രജിസ്റ്ററാണ് ഹോൾഡ് ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ഓർ ഫെച്ച്. അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണെന്നുള്ളതിൻ്റെ അഡ്രസ്സ് ഇത് സ്റ്റോർ ചെയ്യും. അതുപോലെ ഇത് ഒരു 16-ബിറ്റ് രജിസ്റ്ററാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രോഗ്രാം കൗണ്ടറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പ്രോഗ്രാം കൗണ്ടർ 16-ബിറ്റ് ആണ്. ഇറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ് ഓർ എക്സിക്യൂട്ടഡ്. ഓക്കെ, ഇതാണ് പ്രോഗ്രാമിന്റെ സീക്വൻസ് ക്യാരി ചെയ്ത് കൊണ്ടുവന്നത് ഈ പ്രോഗ്രാം കൗണ്ടറാണ്. അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ ആണ് സ്റ്റാക്ക് പോയിന്റർ. സ്റ്റാക്ക് പോയിന്ററും ഒരു 16-ബിറ്റ് രജിസ്റ്ററാണ്. ഇത് മെമ്മറിയിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു രജിസ്റ്റർ കൂടിയാണ്. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ പോയിന്റ് ടുവേർഡ്സ് ദ സ്റ്റാക്ക്. സ്റ്റാക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡാറ്റ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു സബ് റൂട്ടീന് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉള്ള നേരത്തെ റൺ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് തൽക്കാലം എന്ത് ചെയ്യണം? എടുത്തു വെക്കണം. നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വെക്കണം. അതിനുവേണ്ടി നമ്മൾ സാധാരണ സ്റ്റാക്കിലേക്കാണ് ഈ ഡാറ്റയെ നമ്മൾ പുഷ് ചെയ്യുന്നതും അതുപോലെ പോപ്പ് ചെയ്യുന്നതും. സ്റ്റാക്കിനെ നമ്മൾ ഉപയോഗിക്കുന്ന ടെർമിനോളജി സ്റ്റാക്ക് ഈസ് എ ലിഫോ സ്ട്രക്ചർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ വിൽ കം ഫസ്റ്റ് ഔട്ട് എന്നുള്ള ഒരു
ടെർമിനോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അല്ലാതെയുള്ള നോൺ പ്രോഗ്രാമുള്ള രജിസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്, അതുപോലെ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ് പ്രോഗ്രാം കൗണ്ടർ പോയിന്റ് ചെയ്ത് ഒരു ഇൻസ്ട്രക്ഷനെ കിട്ടി, ആ ഇൻസ്ട്രക്ഷൻ ഡാറ്റാ ബസ് വഴി ഇങ്ങനെ വന്നു, എന്നിട്ട് നമ്മളത് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ്. അങ്ങനെ പ്രോസസ്സറിൽ അത് ഇൻസ്ട്രക്ഷൻ ഡീകോഡറിന് കൊടുക്കും. ഇൻസ്ട്രക്ഷൻ ഡീകോഡർ എന്ത് ചെയ്യും? ഈ രജിസ്റ്ററിന് ഇവിടെ നമ്മളൊരു പ്രോഗ്രാം കൗണ്ടർ ഒരു അഡ്രസ്സ് ഇവിടെ വെച്ചു, അത് നേരെ മെമ്മറിയിലോട്ട് പോയി, മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുത്തു വന്നു, നേരെ ഇന്റേണൽ ഡാറ്റാ ബസ് വഴി വരും, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ വരും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ നേരെ ഇൻസ്ട്രക്ഷൻ ഡീകോഡറിന് കൊടുക്കും. ഇൻസ്ട്രക്ഷൻ ഡീകോഡർ അത് ഡീകോഡ് ചെയ്യും, അത് നേരെ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. ഓരോരുത്തരോട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് കൺട്രോൾ ആൻഡ് ടൈമിംഗ് യൂണിറ്റ് കൊടുക്കും. ഇതാണ് മൈക്രോ പ്രോസസറിൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ഒരു സീക്വൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉണ്ടായിരുന്നത് മൈക്രോ പ്രോസസറിൻ്റെ ഇന്റേണൽ ക്ലോക്ക് ജനറേറ്റർ ആണ്. രണ്ട് രീതിയിലുള്ള ക്ലോക്കുകളാണ് ഇപ്പോൾ 8085 മൈക്രോ പ്രോസസറിൽ. ഒന്ന് 3.125 മെഗാ ഹെഡ്സ് ആണ് അതിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി, ഇന്റേണൽ ക്ലോക്ക് ഫ്രീക്വൻസി. എക്സ്റ്റേണലി ഉള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 6.25 മെഗാ ഹെഡ്സ് ആണ് എക്സ്റ്റേണൽ ക്ലോക്ക് ഫ്രീക്വൻസി ഉള്ളത്. അടുത്ത പാർട്ട് നമ്മൾ അഡ്രസ് ബസ്സിൻ്റെ കേസാണ്. അഡ്രസ് ബസ്സുകളുണ്ട്, കുറേ പിന്നുകൾ നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത് ബസ്സിന് വേണ്ടിയാണ്. ഇന്റേണൽ ഡാറ്റാ ബസ്, അതുപോലെ പിന്നെ അഡ്രസ് ബസ്സിന് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്ന പിന്നുകളാണ്. മൈക്രോ പ്രോസസറിൽ 8085 മൈക്രോ പ്രോസസറിന് 8 സിഗ്നൽസ് യൂണി ഡയറക്ഷനിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ബസ്സിൻ്റെ 8 സിഗ്നൽസ് A8 മുതൽ A15 വരെ വരുന്ന ബസ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ അത് അഡ്രസ് ബസ്സിന് മാത്രം അലോട്ട് ചെയ്തിരിക്കുന്നതാണ്. ബാക്കിയുള്ള ഒരു 8 അഡ്രസ് ബിറ്റ്സ് മൾട്ടിപ്ലക്സ്ഡ് ആയിട്ടുള്ള അഡ്രസ് ബസ്സാണ്. എന്ന് പറഞ്ഞാൽ ടൈം ഷെയർഡ് ആയിട്ടുള്ള ഒരു അഡ്രസ് ബസ്സാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് അഡ്രസ് ബസ് ഉപയോഗിക്കും, മറ്റൊരു സമയത്ത് ചിലപ്പം ആരാണ് ഉപയോഗിക്കുക? ഡാറ്റാ ബസ്സാണ് ആ 8 ബിറ്റ് ഉപയോഗിക്കുക. ഡാറ്റാ ബസ് 8 ബിറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഡാറ്റാ ബസ്സായിരിക്കും ആ സമയത്ത് ഉപയോഗിക്കുന്നത്. ഇനി ഈ AD0 to AD7 എന്നാണ് നമ്മൾ അതിനെ ആ ബൈഡയറക്ഷണൽ ബസ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. A0 to A7 ആയിട്ടും D0 to D7 ആയിട്ടും ഇത് ഉപയോഗിക്കുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളൊരു പിന്ന് ഉപയോഗിച്ചാണ്. ആ പിന്നിന് പറയുന്ന പേരാണ് അഡ്രസ് ലാച്ച് എനാബിൾ എന്ന് പറയുന്ന പിന്ന്. ദാറ്റ് ഈസ് ALE എന്ന് പറയുന്ന ഒരു പിന്ന് ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. രണ്ട് പർപ്പസാണ് ഈ മൾട്ടിപ്ലക്സിംഗ് അഡ്രസ് ബസ് അല്ലെങ്കിൽ ഡാറ്റാ ബസ് കൊണ്ട് ഉപയോഗിക്കുന്നത്. ALEയുടെ വാല്യൂ ഹൈ ആണെങ്കിൽ അഡ്രസ് ലാച്ച് എനാബിൾ ഇവിടെ കാണിക്കാവത്. ഇവിടെ ഇതാണ് അതിൻ്റെ ഡിമൾട്ടിപ്ലക്സ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ 8085 A8 to A15 യൂണി ഡയറക്ഷണൽ ബസ്സായിട്ട് വരും. AD0 to AD7 വരെയുള്ളത് ബൈ ഡയറക്ഷണൽ ബസ്സാണ്. അതൊരു ലാച്ചിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ലാച്ച് മീൻസ് ഒരു ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി പോലെയായിട്ട്. അതിനുശേഷം ഒരു കുറച്ച് പാറ്റേൺ എന്ത് ചെയ്യും? ഡാറ്റ നേരെ ഇത് D0 to D7 ആയിട്ടും A0 to A7 ആയിട്ടും. അഡ്രസ് ആയിട്ട് മാറുന്നത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ALE ഈ ലാച്ച് വർക്ക് ചെയ്യും. ALEയുടെ വാല്യൂ, ഇഫ് ദ വാല്യൂ ഓഫ് ALE ഈസ് ബിക്കം 1 ഓർ അഡ്രസ് ലാച്ച് എനാബിൾ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ അഡ്രസ്. ആൻഡ് ഇഫ് ALE ഈസ് 0 ആണെങ്കിൽ ഇത് ഇവിടെ വരുന്ന ഡാറ്റയായിട്ടാണ് അവൻ എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഡ്രസ് ലാച്ച് എനാബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ച് 1-2 സിഗ്നൽസും കൂടെ RD ബാർ സിഗ്നൽസ് ഉണ്ട്, അതുപോലെ റൈറ്റ് ബാർ സിഗ്നൽസ്, IO ബാർ M ബാർ സിഗ്നൽ. RD ബാർ മീൻസ് റീഡ് സിഗ്നലാണ്, റൈറ്റ് ചെയ്യാനുള്ള സിഗ്നലാണ്. IO ബാർ M ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി റിലേറ്റഡ് ആണോ IO റിലേറ്റഡ് ആണോ ഓപ്പറേഷൻ എന്ന് കുറിക്കുന്നതാണ്. S0 S1 നമ്മൾ സ്റ്റാറ്റസ് സിഗ്നൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കഷനിൽ പറയാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.